പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ റോഡാണെന്ന് തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനാണ് റോഡിൽ ഇങ്ങനെ ചുവന്ന മാർക്കുകൾ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. മധ്യപ്രദേശിലെ ഭോപ്പാൽ ജബൽപൂർ ഹൈവേയിലാണ് ഈ ഒരു റെഡ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ ഹൈവേ 45-ൽ 11.9 കിലോമീറ്റർ പ്രൊജക്ട് സെക്ഷനിൽ ഏകദേശം 2 കിലോമീറ്ററോളമാണ് ഇങ്ങനെ ചുവന്ന മാർക്കുകൾ കൊടുത്തിരിക്കുന്നത്. പൊതുവേ നമ്മുടെ ഹൈവേകളിൽ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ മാർക്കിങ്സിലാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ അതിനു പകരം 5 mm പ്രൊജക്ഷനിൽ റോഡ് സർഫസിന് മുകളിലായിട്ട് ചതുരാകൃതിയിലുള്ള റെഡ് മാർക്കിങ്സിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനങ്ങൾ ഇതിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ലഭിക്കുകയും സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മാത്രമല്ല നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന കളറായ റെഡ് കൊടുത്തിരിക്കുന്നതും ഒരു അലേർട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായി വേഗത കുറയ്ക്കാൻ റോഡിൽ ഉപയോഗിക്കുന്ന സ്പീഡ് ബ്രേക്കറുകൾ ഒഴിവാക്കി ഈ ഒരു സിസ്റ്റത്തിലൂടെ സ്വാഭാവികമായിട്ടും വേഗത കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചത്. ഈ ഒരു ഭാഗം കടന്നു പോകുന്നത് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ഏരിയയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ മൃഗങ്ങളുമായി കൂട്ടിയിടിച്ച് ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 120ഓളം കോടി രൂപ മുടക്കിയിട്ട് NHAI ഈ ഒരു സംവിധാനം ഈ ഒരു ഭാഗത്ത് നടപ്പിലാക്കിയത്. വാഹനങ്ങളുടെ വേഗത മനസ്സിലാക്കാനുള്ള സ്പീഡ് ഡിറ്റക്ഷൻ ഡിവൈസുകളും ഈ ഒരു സ്ട്രെച്ചിൽ സ്ഥാപിച്ചിട്ടുണ്ട്.